ഇന്ന് ചക്ക പൊരിച്ചെടുക്കാനാണ് കേട്ടോ പോണത്. അപ്പോൾ ചക്കയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുളകളൊക്കെ മാറ്റിയെടുക്കണം. അപ്പോൾ ചുളകളിൽ നിന്നും കുരുവൊക്കെ മാറ്റി നമ്മൾ ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം അരിഞ്ഞെടുക്കണം. അതിന് ശേഷം നമുക്ക് പൊരിക്കാനായിട്ട് തുടങ്ങാം. ഇത് അരിഞ്ഞെടുക്കാനും പൊരിക്കാനാണ് കേട്ടോ കൂടുതൽ സമയം വേണ്ടത്. പൊരിച്ചു കഴിഞ്ഞാൽ ഇത് വേഗത്തിൽ തീരും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ചക്ക പൊരിക്കുമ്പോൾ അത് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വെള്ളത്തെ കുറച്ച് കലക്കിയെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ചക്കയൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഉപ്പുവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല ക്രിസ്പിയായി വരുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ചക്കപ്പൊരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്കപ്പൊരിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം.